ഹലോ, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആക്കുളത്തുള്ള ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ്. അപ്പോൾ കുട്ടികൾ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. അവിടെ ഒരു പാർക്കുണ്ട്, പാർക്കിൽ കളിക്കാമെന്ന് പറഞ്ഞാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെയ്ക്കും അവിടെ പോയിട്ടില്ല, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ സെക്ഷനും പ്രത്യേകം റേറ്റുകളാണ്. അപ്പോൾ അവിടെ പോയി നോക്കാം, എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വിചാരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി, എൻട്രൻസിലെത്തി. സൈഡിൽ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നവയാണ്. നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിട്ട് എൻട്രൻസിലോട്ട് പോയി. അപ്പോൾ അവിടെ തന്നെ ഇവിടുത്തെ ഓരോ സെക്ഷൻ്റെയും റേറ്റുകൾ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നല്ല റേറ്റാണ്. കുട്ടികൾക്കുള്ള പാർക്കിന് ചെറിയ ഫീയേ ഉള്ളൂ. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം. പിന്നെ നമുക്കും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത് പാർക്ക് കണ്ടപ്പോൾ തന്നെ സേതു അതും ഭയങ്കര ഹാപ്പിയായി. ഏതിൽ കയറണം എന്നുള്ള ടെൻഷനായിരുന്നു അവർക്ക്. നമ്മൾ രാവിലെ എത്തിയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായി. അപ്പോൾ അതും സേതു അങ്ങനെ ഓടിക്കളിച്ചു അവിടെ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ സത്യത്തിൽ രാവിലെ ഇറങ്ങിയപ്പോൾ ക്ലൈമറ്റ് അത്ര നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇവർക്ക് കളിക്കാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ് അവർ. അതും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, ഏതിൽ കയറണമെന്നും പറഞ്ഞ്. അങ്ങനെ സേതു ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ ഞാനും ചേട്ടനും കൂടിയൊക്കെ ഇരുന്നൊക്കെ ഊഞ്ഞാലാടിയപ്പോഴത്തേക്ക് ഇവർ കളിച്ച് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്കും ടെൻഷനില്ലായിരുന്നു. അങ്ങനെ ആദ്യക്കുട്ടൻ ഭയങ്കര ഹാപ്പിയായിട്ടാണ് കളിക്കുന്നത്. ആദ്യക്കുട്ടന് പാർക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോയാൽ അവിടെയാണ് ആക്ടിവിറ്റി സോൺ. അവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റിയിൽ ചേരാൻ പറ്റും. അതായത് ഈ കാണുന്ന സെക്ഷനിലുണ്ടല്ലോ, ഇവിടെ അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്ന് ആദ്യം ഒരു വിധത്തിൽ ഇറങ്ങി വരുന്നില്ല. പക്ഷേ ഇവിടെ അത്ര വൃത്തിയില്ല. കാരണം കാണുമ്പോൾ നമുക്ക് വൃത്തിയുണ്ടെന്ന് തോന്നും, പക്ഷേ മൊത്തം വവ്വാലിൻ്റെ കാഷ്ടമാണ്. അതിൻ്റെ അടുത്ത് അവിടെ നിന്ന് വരാൻ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അത് വന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൊണ്ടുപോയി അതിൻ്റെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി. അവിടെ അത്ര ഒരുപാട് വവ്വാലുകൾ ആ മരത്തിലൊക്കെ, അതിൻ്റെ കാഷ്ടം മൊത്തം തറയിലുണ്ട്. ടോയിലൊന്നും വലുതായിട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്കതിൽ കയറാൻ പറ്റത്തില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾ മാത്രമേ കയറാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് കയറി നോക്കാനും പറ്റിയില്ല. പിന്നെ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ സേതുവിന് ഇതിൽ കയറാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. ആദ്യമൊക്കെ പേടിച്ചെങ്കിലും പിന്നീട് കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു സേതു. ആദ്യക്കുട്ടന് പിന്നെ ഒന്നിനും പേടിയില്ല. എവിടെ വേണോ ഞാൻ കയറാൻ തയ്യാറ് എന്ന രീതിയിലാണ് ആദ്യക്കുട്ടൻ നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ സെക്ഷൻ കാണാൻ വളരെ ഭംഗിയാണ്, അതും കളർഫുള്ളാണ്. പക്ഷേ ഇവിടെ കളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ മൊത്തം വവ്വാലിൻ്റെ കാഷ്ടമായതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിൽക്കുന്ന ആൻറ്റിമാരൊക്കെ നന്നായിട്ട് തൂത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. എങ്കിലും വവ്വാൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി പെരുത്ത് വന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ച് എന്തായാലും കുറച്ച് നേരം കളിച്ചിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോയി. അപ്പോൾ അവിടെ എല്ലാത്തിനും നല്ല റേറ്റാണ്. പിന്നെ അവിടെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ തന്നെ കാണാനൊക്കെ അവിടെ നല്ല രസമുണ്ട്. ഒരു കാടിൻ്റെ ഫീലാണ് ആദ്യം പോകുന്ന വഴികളൊക്കെ. പിന്നെ മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ടോപ്പിൽ നിന്നിട്ട് താഴോട്ട് കാണുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ആദൂന് കാർ ഒട്ടിക്കണമെന്ന് പറഞ്ഞ് അതിന് 80 രൂപയാണ്. ഒരു റൗണ്ട് കറങ്ങി വരുമ്പോൾ 80 രൂപയാണ്. പിന്നെ സേതുവിനും അതിൽ കയറണമെന്ന് പറഞ്ഞു. എല്ലാത്തിനും നല്ല പൈസയാണ് ഇവിടെ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അതിന് സേതുവിനും കാർ ഒട്ടിക്കണം. അങ്ങനെ ഒരാൾക്ക് ഒരു പ്രാവശ്യം റൗണ്ടിങ്ങിന് 80 രൂപയാണ് ഫീസ്. അപ്പോൾ ആദ്യം സേതു അങ്ങനെ കാറൊക്കെ ഒട്ടിച്ച്. പിന്നെ ആദ്യ റേറ്റിൽ വരത്തില്ല, അതിന് അവിടെ ഇരിക്കുന്ന ടോയിലെല്ലാം കയറണം. അപ്പോൾ അവിടെ ഒരു മിറർ പിടിച്ചുണ്ട്. അപ്പോൾ അതിൽ ഒരാൾക്ക് 200 രൂപയാണ് ഫീസ്. ഒത്തിരി കൂടുതലായിട്ട് തോന്നി. അതിൽ നമ്മൾ കയറിയില്ല. പിന്നെ നമ്മൾ എയർഫോഴ്സിൻ്റെ മ്യൂസിയത്തിലാണ് കയറിയത്. അതിനകത്ത് അടിപൊളിയായിരുന്നു. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ക്യാമറ അലൗഡല്ല. പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കുടിച്ച് അതൊന്ന് സേതുവിന് മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇറങ്ങി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.